കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴും ഇല്ലീഗൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ. മൂർക്കനാട് കാറളം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ 50 വർഷത്തിലധികം പഴക്കമുള്ള മൂർക്കനാട് എട്ടുമന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇല്ലീഗൽ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ആകെ 15 ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ കാലപ്പഴക്കം മൂലം 3 ഷട്ടറുകൾ തകരാറിലാണ്. പുഴയിൽ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ട് പോലും 8 ഷട്ടറുകൾ മാത്രമാണ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത്. മറ്റ് ഷട്ടറുകളുടെ മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. യഥാസമയം ഷട്ടറുകൾ തുറന്നിടാത്ത അധികൃതരുടെ അനാസ്ഥ മൂലം മൂർക്കനാട് കാറളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാം അടക്കം തുറന്നാൽ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിച്ചേരാൻ ഇടയുണ്ടെന്നും എത്രയും വേഗം മുഴുവൻ ഷട്ടറുകളും തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് സെക്രട്ടറി കെ അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം രൂക്ഷമാവുന്ന മുന്നേ തന്നെ ഇവരെ ഷട്ടറുകൾ വരിക്കാത്തതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടുത്തെ MLA അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഇതിനാരും ഇതിനെ ഉത്സാഹിച്ചിട്ടില്ല. പുഴയിൽ വെള്ളം പതിച്ചപ്പോൾ പുഴയുടെ ഓരങ്ങളിലുള്ള വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ മന്ത്രിയോ ഇവിടുത്തെ വാർഡ് കൗൺസിലറോ ഒന്നും തന്നെ യാതൊരു പ്രവർത്തനം മുന്നോട്ട് നടത്തി. 8ഓളം ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നും വെള്ളം ഒഴുകി പോകുന്നുണ്ടെന്നും ഇല്ലീഗൽ റെഗുലേറ്ററിന്റെ നവീകരണ പദ്ധതി നബാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനായി സ്ഥലം MLAയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ നസീമ കുഞ്ഞുമോൻ വ്യക്തമാക്കി. 2-3 ഷട്ടർ നമുക്ക് കേടുണ്ട്. അത് കേടുപാടുകൾ നിർത്താനുള്ള നടപടി എന്തായാലും ഇപ്പം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് വേണം അത് ഉയർത്താനായിട്ട്. ആ നടപടി ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ബിന്ദു ടീച്ചറായിട്ട് ഞാൻ രാവിലെ തന്നെ സംസാരിച്ചിരുന്നു. ബിന്ദു ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നബാർഡിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്, അത് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കരുവന്നൂർ പുഴയോരത്തുള്ള കാറളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കാറളം AUP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 6 കുടുംബങ്ങളിൽ നിന്നായി 16ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാറളം 2ാം വാർഡ് പുഴമ്പള്ളം മേഖലയിലും 1ാം വാർഡ് ചെങ്ങാനിപ്പാടം മേഖലയിലുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.